ഹായ് സുഹൃത്തുക്കളെ, ഇന്നലെ ഞാൻ ലാലേട്ടൻ്റെ തുടരുന്ന സിനിമ കണ്ടിട്ടോ. എൻ്റെ പൊന്നു മക്കളെ, ആ സിനിമ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. 2.25 മണിക്കൂർ നമ്മളങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമ. ലാലേട്ടൻ തുടക്കം മുതൽ ഒടുക്കം വരെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ലാലേട്ടൻ്റെ ഏതൊക്കെ രീതിയിലുള്ള അഭിനയം പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം അതിൽ ചേരുവകളെല്ലാം ചേർത്തുകൊണ്ട് അങ്ങോട്ട് ഒരുക്കി തന്നിട്ടുണ്ട്. ഇതില് സംവിധായകൻ തരുൺ മൂർത്തി സാറിന്റെ പേര് എടുത്ത് പറയണതാണ്. മേക്കിംഗ്, അന്യായ മേക്കിംഗ്, സംവിധാന മികവ് നമിക്കുകയാണ് ഞാൻ. കാരണം ഞാൻ ഇങ്ങനൊന്നും അടുത്ത കാലത്ത് ഒരു സിനിമയെ കണ്ടിട്ടില്ല. മനസ്സ് തട്ടിയതുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഇതിലെ കൊടൂര വില്ലൻ പുതുമുഖമാണെന്ന് ആരെങ്കിലും പറയോ? ഇല്ല. അദ്ദേഹമൊക്കെ ചെയ്തു വെച്ച റേഞ്ച് മലയാള സിനിമ അടക്കി ഭരിക്കാൻ പോകുന്ന മറ്റൊരു നടനാണ് ഈ രാജേഷ് ശർമ്മ എന്ന് പറയുന്ന പുതുമുഖം. അദ്ദേഹം ചെയ്ത ആ പോലീസ് ഓഫീസറുടെ വേഷം, CIൻ്റെ റോള്, എന്താ പറയുന്നത്, ശരിക്കും നമ്മൾ റിയലായിട്ട് ഒരു പോലീസുകാരനെ കാണുന്നില്ല. സാധാരണ കാണുന്ന ആ പോലീസുകാരെ ചവിട്ടലും കുത്തലും ആ ഞെട്ടിക്കലല്ല, വേറൊരു സ്റ്റൈല്. നമ്മൾ ഒരുപാട് പോലീസുകാരെ ഒരുപാട് സിനിമയിൽ കാണലുണ്ടെങ്കിലും ഇദ്ദേഹം ചെയ്തു വെച്ച പോലീസിൻ്റെ ആ ഒരു ക്യാരക്ടർ, എൻ്റെ പൊന്നു മക്കളെ, ലാലേട്ടനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന കൊടൂര വില്ലൻ. അതുപോലെ തന്നെ ബിനു പപ്പു, അതുപോലെ തന്നെ നമ്മുടെ മണിയമ്പിള്ള രാജു, ഇർഷാദ്, ശോഭന, ലാലേട്ടൻ്റെ മോള്, ലാലേട്ടൻ്റെ മോനെ, സ്ഥിരം കാണുന്ന ആളുകളൊന്നല്ല ഇതിലേക്ക് ഓരോരോ കഥാപാത്രത്തിനെയും കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒക്കെ വ്യത്യസ്തത ഉണ്ട്. നമ്മൾ ഒരിക്കലും ചില ആളുകളൊന്നും എന്താ പറയുക, ഇന്നെ ക്യാരക്ടർ ആകുമെന്ന് പോലും വിശ്വസിക്കാത്ത രീതിയിലേക്കാണ് നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഒരുപാട് സസ്പെൻസുകൾ. അതുപോലെ തന്നെ നമ്മളെ അർജുൻ അശോകൻ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സ്ഥാനം ചെയ്തിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്. ഞാൻ കഥയെക്കുറിച്ചൊന്നും പറയുന്നില്ല, ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അത് വേറെ ലെവൽ പടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ മിമിക്രിക്കാരുടെ അഭിമാനമായിട്ടുള്ള ഷൈജോ അടിമാലിയും ഗംഭീരമായിട്ട് ലാലേട്ടൻ്റെ ഒരു സുഹൃത്ത് വലയത്തിലുള്ള ഒരാളായിട്ട് നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തവരൊക്കെ അവനവൻ്റെ കഥാപാത്രങ്ങൾ പൂർണ്ണമായിട്ടും അതിലേക്ക് എന്താ പറയുക നീതി പുലർത്തി എന്നുള്ളതാണ്. അതിനോട് യോജിച്ച് തന്നെ അവരുടെ പെർഫോമൻസുകൾ ഗംഭീരമാക്കി എന്നുള്ളതാണ്. ഞാൻ പരമാവധി ആസ്വദിച്ച നല്ലൊരു സിനിമകളിൽ ഒന്നായതുകൊണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞതാണ്. ലാലേട്ടാ തുടരും, ഒരു രക്ഷയില്ല. ലാലേട്ടൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങളിലും ഓരോ സീനുകളും പോണത് നമ്മളങ്ങനെ എന്താ പറയുക ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. ഒരു തരി പോലും ലാഗടിപ്പിക്കാത്ത ഒരു അടാറ് സിനിമയാണ് പ്രിയപ്പെട്ട തരുൺ മൂർത്തി സാറ് നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഇത് കാണാഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ നഷ്ടമാണ്. ഈ സിനിമ കണ്ട് ഞാൻ